അത് തികച്ചും അടിസ്ഥാനരഹിതമായൊരു വാർത്തയാണ്. ആര് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി ഒരു 10:30 വരെ പത്തനംതിട്ട ഉണ്ടായിരുന്നു. ഞാൻ കമ്മിറ്റി പങ്കെടുത്ത അവസാനം പിരിയുന്ന സന്ദർഭത്തിൽ വരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ ആകെ ഒരു തർക്കം വേണമെങ്കിൽ പറയാവുന്ന ഈ മീറ്റിംഗ് വെക്കുന്നതിനെ സംബന്ധിച്ച സമയത്തിൻ്റെ കാര്യത്തിൽ ഹർഷനും പാൽകുമാറും തമ്മിൽ അന്യോന്യം അത് 3 മണിക്ക് വേണമെന്നും 5 മണിക്ക് വേണമെന്നും രാവിലെ വേണമെന്നും ഒരു തർക്കപ്രശ്നം ഉന്നയിച്ച് വേണമെങ്കിൽ അത് സ്വരം കൂട്ടിയായിരിക്കും. അതല്ലാതെ ഒരാളും അവിടെ കയ്യാങ്കളി നടത്തുകയോ മറ്റേതെങ്കിലും സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു വാർത്ത അത് ബോധപൂർവ്വം ആരോ സൃഷ്ടിച്ചാണ്. അത് രാഷ്ട്രീയം തോമസ് ഐസക്കിൻ്റെ മുന്നേറ്റം തന്നെയാണ്. തോമസ് ഐസക്ക് ബഹുദൂരം അവിടെ മുന്നിലാണ്. ഒരുപക്ഷെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത രൂപത്തിലേക്ക് അവിടുത്തെ ഒരു പൊതുസ്വീകാര്യത തോമസ് ഐസക്ക് എന്ന സ്ഥാനാർത്ഥിത്വത്തിന് വന്നു. അത് എതിരാളികൾ ഭയപ്പെടുന്നുണ്ട്. അതിന് പുറകെ നടന്ന് എന്തെല്ലാം നുണപ്രചരണങ്ങൾ ഉണ്ടാക്കാവൂ, ചില കുരുട്ടുബുദ്ധികളും കുന്നായ്മകളും ഒക്കെ കൂടി ഉണ്ടാക്കുന്നതാണ്. അതെ, പറഞ്ഞ പല രൂപത്തിൽ അത് ഈ തെരഞ്ഞെടുപ്പ് ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറേ കൂടി വരാം. ഇത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ആരെങ്കിലും അവിടെയുള്ള സമയത്ത് ഒരു കൺകയാങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ നടക്കുക. നമ്മുടെ പാർട്ടിക്കകത്ത് അങ്ങനെ നടക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് പുറത്ത് പറയില്ലേ ഈ സംഭവങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് 10 കഴിഞ്ഞാണ് ഞാൻ പത്തനംതിട്ട വരുന്നത്. ഒരു സംഭവം അവിടെ ആ സമയം വരെ ഉണ്ടായിട്ടില്ല. ഈ കമ്മിറ്റിക്കകത്ത് ഇങ്ങനെ അവിടെ വെക്കണം ഇവിടെ വെക്കണം ചേർക്കാം. അത് വെളിയിൽ നിന്ന് കേൾക്കുന്നവർക്ക് വേണ്ടി ഒച്ചത്തിൽ പറയുമ്പോൾ വിളാന്നിട്ട് വേണം തോന്നാം. അതല്ലാതെ വേറൊരു പ്രശ്നമില്ല.